ഹായ് മക്കൾസ്, അറക്കലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാം. റെഗുലേഷൻ ഓഫ് കാൽഷ്യം, കാൽഷ്യത്തിന്റെ ക്രമീകരണം. ബോഡിയിൽ കാൽഷ്യത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഹോർമോൺ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, കാൽസ്യട്ടോണിൻ. രണ്ടാമത്തേത് പാരാതെർമോൺ. അതിൽ കാൽസ്യട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. എന്നാൽ പാരാതെർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതെർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിനെയും കാൽസ്യട്ടോണിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ ഈ കാൽസ്യട്ടോണിനും അതുപോലെ തന്നെ പാരാതെർമോണും കാൽഷ്യത്തിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. എന്നാൽ ഇതിന്റെ ചോദ്യം അതൊന്നുമല്ല. ഇതിൽ ഏത് ഹോർമോണാണ് കാൽഷ്യം കൂടുമ്പോൾ കുറക്കുന്നത്, അല്ലെങ്കിൽ കാൽഷ്യം ഡിക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? അതല്ലെങ്കിൽ കാൽഷ്യം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ കാൽഷ്യം കുറയുമ്പോൾ കൂട്ടുന്നത് ആര്? അപ്പോൾ കൂടുമ്പോൾ കുറക്കുന്നത് ആര്, കുറയുമ്പോൾ കൂട്ടുന്നത് ആര്, ഇൻക്രീസ് ചെയ്യുന്നത് ആര്, ഡിക്രീസ് ചെയ്യുന്നത് ആര് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞുതരാം. കാൽഷ്യം കൂടുമ്പോൾ കുറക്കുന്നത് ആരാണ്? കാൽസ്യട്ടോണിനാണ്. ആരാണ്? കാൽസ്യട്ടോണിൻ. അപ്പോൾ കാൽസ്യട്ടോണിനാണ് എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം, കാൽഷ്യത്തിന്റെ ലെവല് കുറക്കുന്നത്. ഓക്കെ. എന്നാൽ അതേസമയം വിച്ച് ഹോർമോൺ ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ, കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നത്, കാൽഷ്യത്തിന്റെ ലെവൽ കുറയുന്ന സമയത്ത് അത് കൂട്ടുന്നത് ആരാണ്? പാരാതെർമോൺ ആണ്. പാരാതെർമോൺ. ഓക്കെ. അപ്പോൾ പാരാതെർമോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം, കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കും ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇതെന്താ? ടോണിക് മെഡിസിൻ. ടോണിക്, ഇതൊക്കെ ഓരോ ബ്രാൻഡാണ്, ടോണിക്കിൻ്റെ ഓരോ ബ്രാൻഡാണ്. ഈ ടോണിക് മെഡിസിൻ ഇപ്പോൾ കഫക്കെട്ട്, ജലദോഷം, ചുമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോണിക് മെഡിസിൻ കഴിക്കും. ഈ മെഡിസിൻ കഴിക്കണം എന്തിനാ? ടോണിക് കഴിക്കണം എന്തിനാ? കൂടിയ ചുമനെ കുറക്കാനാണോ കുറഞ്ഞ ചുമനെ കൂട്ടാനാണോ മെഡിസിൻ കഴിക്കുന്നത്? കൂടിയ ചുമനെ കുറക്കാൻ, അല്ലാതെ കുറഞ്ഞ ചുമ കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് ടോണിക് മരുന്ന് എടുക്കുമോ? ഇല്ലല്ലോ. കൂടിയതിനെ കുറക്കാനാണ് ടോണിക് യൂസ് ചെയ്യുന്നത്. കൂടിയതിനെ കുറക്കാൻ ടോണിക്, കൂടിയതിനെ കുറക്കാൻ ടോണിക്. അങ്ങനെയെങ്കിൽ കൂടിയ കാൽഷ്യത്തിനെ കുറക്കാൻ കാൽസ്യട്ടോണിൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞ കാൽഷ്യത്തെ കൂട്ടാൻ പാരാതെർമോൺ. അങ്ങനെ ഓർത്ത് വെക്കുക. സെറ്റല്ലേ? യെസ്.